മറ്റൊരു നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിന് പുതിയ വീര്യം പകർന്നു നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നും പുറത്തുവരുന്നത്. മുൻ KPCC പ്രസിഡന്റ് K. സുധാകരൻ തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വികാരാധീനമായ പോസ്റ്റ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ തരംഗമായി കഴിഞ്ഞു. കണ്ണൂർ തന്റെ ഹൃദയ രക്തമാണെന്നും കൊലക്കത്തിക്കും ബോംബിന് മുന്നിൽ തന്റെ അണികളെ സംരക്ഷിക്കാൻ എന്നും മുൻനിരയിൽ താൻ ഉണ്ടാകും എന്നുമുള്ള സുധാകരന്റെ പ്രഖ്യാപനം കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയൊരു ആത്മവിശ്വാസമാണ് നൽകുന്നത്. ഞാൻ അറിയാത്ത കണ്ണൂരില്ല, എന്നെ അറിയാത്ത കണ്ണൂരുമില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി അദ്ദേഹം കണ്ണൂരിലെ മണ്ണിൽ നടത്തിയ പോരാട്ടത്തിന്റെ അടയാളപ്പെടുത്തലാണ്. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ട നരനായാട്ടുകളെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അത് കേവലം വാക്കുകളല്ല, മറിച്ച് അനുഭവങ്ങളുടെ തീച്ചൂളയിൽ നിന്നുള്ള വിലാപങ്ങൾ കൂടിയാണ്. താൻ കണ്ണടയ്ക്കുമ്പോൾ ഉൾക്കണ്ണിൽ തെളിയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ കൊലപ്പെടുത്തിയ തന്റെ സഹപ്രവർത്തകരുടെ ചേതനയേറ്റ മുഖങ്ങളാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഓരോ പ്രവർത്തകന്റെയും ഉള്ളിൽ ആ നീറ്റൽ അനുഭവപ്പെടും. കല്ലിൽ നിന്നും, കത്തിയിൽ നിന്നും, അരിവാളിൽ നിന്നും, ബോംബിൽ നിന്നും തന്റെ സഹോദരങ്ങളെ ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ സംരക്ഷിക്കുന്നത് പോലെ താൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെന്നും കമ്മ്യൂണിസ്റ്റ് കാബാലികർ അവരെ ഉപദ്രവിക്കുന്നത് കണ്ടു നിൽക്കാൻ തനിക്കാവില്ല എന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. കണ്ണൂർ എന്നത് കോൺഗ്രസിന്റെ ത്യാഗഭൂമിയാണെന്നും ആ മണ്ണിന് വേണ്ടി കോൺഗ്രസിന്റെ ത്രിവർണ പതാക നെഞ്ചിലേറ്റി K. സുധാകരൻ എന്നും മുന്നിൽ തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തന്റെ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാനുള്ള ഈ നെട്ടോട്ടത്തിനിടയിൽ സ്വന്തം വീടിനെ കുറിച്ചോ വീട്ടുകാരെ കുറിച്ചോ ചിന്തിക്കാൻ പോലും തനിക്ക് സമയം ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട്. കണ്ണൂരിലെ ഇന്നത്തെ ഓരോ നേതാവും തന്റെ കൈ പിടിച്ച് വളർന്നവനാണെന്ന അവകാശവാദം കണ്ണൂർ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള അപ്രമാദിത്വം വിളിച്ചോതുന്നതാണ്. താൻ കടന്നു വന്ന ആ പോരാട്ട വഴികൾ മറ്റുള്ളവർക്ക് ഒരുപക്ഷെ മറക്കാൻ സാധിക്കുമായിരിക്കും, എന്നാൽ മരണത്തിലും തനിക്കത് മറക്കാനാകില്ല എന്നും അദ്ദേഹം കുറിക്കുമ്പോൾ അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സത്യസന്ധമായ വരികളായി മാറുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡ് നയം നിലനിൽക്കെയാണ് സുധാകരന്റെ ഈ പോസ്റ്റ് എന്നതും ശ്രദ്ധേയമാണ്. ഇതിനർത്ഥം സുധാകരന് ഹൈക്കമാൻഡ് പ്രത്യേക ഇളവ് നൽകിയോ എന്ന ചർച്ചയ്ക്കും ഇത് വഴി തുറന്നിട്ടുണ്ട്. കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകരുടെ ആവേശം നിലനിർത്തുക എന്നതിലുപരി അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള കോൺഗ്രസിന്റെ പടനീക്കത്തിന് നേതൃത്വം നൽകാൻ താൻ സജ്ജനാണ് എന്ന വലിയൊരു സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നൽകുന്നത്. തന്റെ ചോരയും വിയർപ്പും വീണ മണ്ണിൽ, തന്റെ സഹപ്രവർത്തകരുടെ ചോര വീണ മണ്ണിൽ തല ഉയർത്തി നിൽക്കുമെന്ന പ്രഖ്യാപനം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ രാഷ്ട്രീയ ഗതിയെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. ചുരുക്കത്തിൽ K. സുധാകരന്റെ ഈ വാക്കുകൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് പകർന്നു നൽകുന്നത് ചെറിയൊരു ഊർജ്ജമല്ല. കമ്മ്യൂണിസ്റ്റ് നരനായാട്ടിന് മുന്നിൽ തളരാതെ ത്രിവർണ പതാക ഉയർത്തിപ്പിടിച്ച് പോരാടാനുള്ള ഒരു ആഹ്വാനമാണ് ഇത്. വടക്കൻ മലബാറിലെ രാഷ്ട്രീയ ചതുരംഗത്തിൽ ഈ വാക്കുകൾ എത്രത്തോളം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറ്റുനോക്കുകയാണ് കേരളം.